ഓക്കെ, ചില വാക്കൊന്ന് പ്രാർത്ഥിച്ചാട്ടെ അച്ഛൻ. ഓർക്കുമോ? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമതിലും നീക്കും തന്നെ. ആമീൻ. ഞങ്ങളെ അളവിടാവണ്ണം സ്നേഹിക്കുകയും വാത്സല്യിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥാപനം പിതാവ്, ഈ സന്ധ്യയുടെ യാമത്തിൽ തിരുസന്നിധിയിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ പഠനത്തിൽ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അവിടുന്ന് നൽകുന്ന കൃപകൾക്കായിട്ട് സ്തുതി. കർത്താവേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അറിവിനും അത് മുഖാന്തരം നിന്നെ കൂടുതൽ അനുഭവമായി തീരുവാനും തക്കവണ്ണം ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്നവനാകയാൽ നിനക്ക് സ്തുതി. ഈ പകൽക്കാലത്തെ ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന എല്ലാ കൃപകൾക്കായിട്ട് സ്തുതി. കർത്താവേ, ഇത് അനുഗ്രഹമായി പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാകണം. ഇതിൽ കൂടുതൽ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം ഇതിൽ വന്നുചേരുന്ന എല്ലാവർക്കും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വാങ്ങിപ്പോരും ചേർന്ന് നിനക്ക് പിതാവിനും പരിശുദ്ധാത്മാവിനും ഇന്നും എന്നാളും സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കാനായിട്ട് തന്നെ. കർത്താവിൽ സ്നേഹമുള്ളവരെ, അനുഗ്രഹീതമായ നമ്മുടെ ഹൈമോനോസോ ഓൺലൈൻ പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് പല വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പള്ളിഭാഗ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ ക്ലാസ് നടത്തി വരുന്നു. പ്രത്യേകിച്ച് കൗതാശികമായ കാര്യങ്ങളൊക്കെയും നമുക്ക് മനസ്സിലാകാൻ ഇത്തരം ക്ലാസ്സുകൾ നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട ബിജു നീപ്പൻ അച്ഛന്റെ നേതൃത്വത്തിൽ ദനഹ പെരുന്നാളിനെ പറ്റിയുള്ള കുറച്ച് പഠനങ്ങളാണ് നമ്മളോട് അച്ഛൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ബിജു അച്ഛനെ നിങ്ങൾക്കൊക്കെയും പരിചയമുണ്ട്. നമ്മുടെ ഭദ്രാസനത്തിലെ ഓതറ ദേറായിലെ ഒരു അംഗമാണ് അച്ഛൻ. അച്ഛൻ നമ്മുടെ ഭദ്രാസന സുവിശേഷ സംഘത്തിന്റെ പ്രധാന ചുമതല നിർവഹിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ MTH വിദ്യാർത്ഥിയായി അച്ഛൻ അവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൈക്കോളജി, പാസ്റ്ററൽ സൈക്കോളജിയിൽ അച്ഛൻ ഡോക്ടറേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അച്ഛന്റെ ഗവേഷണ പ്രബന്ധമൊക്കെ പൂർത്തീകരിക്കപ്പെടും. അങ്ങനെ എല്ലാം കൊണ്ടും സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന വളരെ അനുഗ്രഹീതനായ ഒരു വൈദികനാണ്. അത് മാത്രമല്ല, എൻ്റെ പള്ളിയിലെ മുൻ വികാരി കൂടാണ്, എൻ്റെ ഇടവകയിലെ മുൻ വികാരി കൂടിയാണ് വന്നി അച്ഛൻ. അനുഗ്രഹീതമായി പലയിടങ്ങളിൽ ക്ലാസ്സുകളൊക്കെ നയിച്ച് സഭയ്ക്ക് ശുശ്രൂഷ ചെയ്തു വരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഹൃദയപൂർവ്വം ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട വിമലച്ഛന്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ട്. അനേകര് ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബിജു അച്ഛനെ ക്ലാസ്സിനായിട്ട് ക്ഷണിക്കുന്നു. ആരംഭിക്കുക അച്ഛൻ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? കേൾക്കാം. പറഞ്ഞാട്ടെ അച്ഛൻ, പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാവട്ടെ. കുടച്ചനാട് ഇടവകയുടെ യുവജന പ്രസ്ഥാനം ഏറ്റവും അനുഗ്രഹമായി നടത്തി വരുന്ന ഈ ക്ലാസ്സിലേക്ക് എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഇടവകയ്ക്ക് അനുഗ്രഹീതമായി നേതൃത്വം നൽകുന്ന വിമൽ മാമൻ ചെറിയാൻ അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ട്. സഹവികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ജിതിൻ ജോസഫ് അച്ഛൻ്റെ സാന്നിധ്യം, പള്ളിഭാഗം യുവജന പ്രസ്ഥാനം എന്ന യുവജന പ്രസ്ഥാന കൂട്ടായ്മയും അതിനോട് ചേർന്ന് ഈ ലിങ്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യം പ്രത്യേകമായി ഈ സമയത്ത് ഓർത്തുകൊണ്ട് എല്ലാവരോടുമുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് ഒരു വാക്ക് ഈ യുവജന പ്രസ്ഥാനത്തെ അനുമോദിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുകയാണ്. ആരാധന, പഠനം, സേവനം എന്നുള്ള 3 മുദ്രാവാക്യങ്ങളാണ് യുവജന പ്രസ്ഥാനത്തിനുള്ളത്.
ആരാധനാ പഠനം സുഹൃത ജീവിതം എന്ന് ബാലസമാജത്തിൽ കേട്ടുവന്ന് ആരാധനാ പഠനം സേവനം എന്നുള്ള നിലയിൽ യുവജന പ്രസ്ഥാനം വളരെ ശക്തമായി നമ്മുടെ സഭയിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇടവകകളിലും യുവജന പ്രസ്ഥാനം വളരെ അനുഗ്രഹകരമായി പ്രവർത്തിക്കുന്നു. എന്നാൽ ആരാധനയ്ക്കും സേവനത്തിനും പ്രാധാന്യം കൊടുക്കുന്ന രീതിയാണ് പലയിടത്തും കണ്ടുവന്നത്. എന്നാൽ പഠനത്തിന് പ്രാധാന്യം നൽകുവാൻ തക്കവണ്ണം പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൂടുതൽ അനുഗ്രഹപ്രദമായി യുവജന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഈ യുവജന പ്രസ്ഥാനം കാണിക്കുന്ന ഈ ഒരു പുതിയ ഉദ്യമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, ഒന്നിനായ വികാരിയച്ഛനും സഹവികാരിയച്ഛനും അതിന്റെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറിമാര്, അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുവാനായിട്ട് ഈ സമയം വിനിയോഗിക്കുന്നു. അടുത്തതായി നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഈ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടപ്പോൾ ധനഹാ പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പായി ഞാൻ അതുകൊണ്ടാണ് അപ്രീഷിയേറ്റ് ചെയ്തത്. കാരണം ഒരു കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പായി അതിന്റെ പല വശങ്ങളെ പറ്റി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് പ്രവേശിക്കുക. ഏതൊരു കൂദാശ നിർവഹിക്കുമ്പോഴും ആ കൂദാശയെ പറ്റിയുള്ള നമ്മളുടെ അറിവാണ് ആ കൂദാശ അനുഭവമായി തീരുന്നത്. വെറുതെ പോയി നമ്മൾ ഒരു കുർബാന കാണുന്നതും ആ കുർബാന എന്താണ് അതിന്റെ ആന്തരിക അർത്ഥങ്ങൾ ഉൾക്കൊണ്ടിട്ട് പോയി അതിൽ സംബന്ധിക്കുന്നതും തമ്മിൽ വ്യത്യാസമാണ്. വേറൊരു സഭാ അംഗമോ ഒരു ക്രൈസ്തവനായ വ്യക്തിയോ കുർബാന കാണുന്നത് പോലെയല്ല നമ്മൾ കുർബാന കാണും. പക്ഷെ ആ വ്യക്തിയും ഇത് മനസ്സിലാക്കിയിട്ട് അതിൽ സംബന്ധിക്കുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. ധനഹാ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം അധികം ആരും പള്ളി പോകാത്തൊരു ദിവസമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അതൊരു ഇട ദിവസമാണ് വരുന്നത്, നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. പിന്നെ സ്കൂള്, ജോലി, അങ്ങനെ എല്ലാവരും അവരവരുടെ മേഖലകളിലേക്ക് തിരിയുന്ന ജാനുവരി മാസത്തെ ആദ്യത്തെ ദിവസങ്ങളാണ്. ഒരു കാര്യമുള്ളത് ദീർഘമായ ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ പൂർത്തീകരിച്ചിട്ട് മറ്റു കാര്യങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്തു പോകുന്നതാണ് പലപ്പോഴും പല ഇടവകളിലും കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഓൺലൈൻ ഒക്കെ വന്ന കാലത്ത് ആണെങ്കിലും പിന്നീട് അതൊന്ന് എടുത്തു നോക്കുവാനായിട്ട് ആരും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഈ ധനഹാ പെരുന്നാൾ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പെരുന്നാളായിട്ട് വിശേഷിപ്പിക്കുന്നതിൽ വലിയ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ധനഹാ പെരുന്നാളിന്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് അല്പസമയം ഒന്ന് യാത്ര ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ ക്ലാസ് കേൾക്കുന്നവരെ കുറിച്ചെടുക്കാൻ പറ്റുന്ന പേപ്പറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറിച്ചെടുക്കാം. അതുപോലെ ബൈബിൾ റെഫറൻസുകൾ പറയുന്നത് ഞാൻ സാവകാശമായിരിക്കും പറയുന്നത്, അത് കുറിച്ചെടുക്കുവാനുള്ള അവസരമുണ്ട്. അതുപോലെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഇടയ്ക്കൊന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനും എല്ലാവരും തയ്യാറായിട്ട് ഇരിക്കണം എന്നുള്ള കാര്യവും സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കുന്നു. എന്താണ് ധനഹാ പെരുന്നാൾ എന്നുള്ളത്? ധനഹാ പെരുന്നാളിന്റെ വേദശാസ്ത്രം നാം മനസ്സിലാക്കുന്നതിന്റെ മെത്തഡോളജി എന്താണ് എന്ന് ആദ്യം പറയട്ടെ. ഇതിന്റെ വാക്കിന്റെ അർത്ഥം എറ്റിമോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. അവിടെ നിന്ന് ഒരു ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻ ഉണ്ടാവണം, അവിടെ നിന്ന് ഒരു ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ ഉണ്ടാവണം, അവിടെ നിന്ന് ഒരു ട്രഡീഷണൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവണം, അവിടെ നിന്നാണ് ഈ സാക്രമെന്റൽ ഫൗണ്ടേഷൻ നമുക്കുണ്ടാവേണ്ടത്. അവിടെ നിന്ന് മാത്രമേ ഇതിന്റെ തിയോളജി നമുക്ക് വേർതിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കൂ. നമ്മുടെ ക്ലാസിന്റെ പേര് തന്നെ ധനഹാ പെരുന്നാളിന്റെ വേദശാസ്ത്രം. ആദ്യം ആ വേദശാസ്ത്രം എന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിതിന്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് ഒന്ന് യാത്ര ചെയ്യും. വേദശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പറ്റിയുള്ള ശാസ്ത്രമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദൈവത്തെ പറ്റി ഉള്ള ശാസ്ത്രത്തിന്
തിയോളജി, ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ദനഹ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട്, കർത്താവിന്റെ മാമോദീസായുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കർത്താവിന്റെ മാമോദീസ എന്നുള്ള വാക്കിലേക്ക് നാം വന്നു കഴിഞ്ഞു. ദനഹ എന്ന് പറയുന്നത് കർത്താവിന്റെ മാമോദീസയാണെന്ന് നമ്മൾ സിമ്പിളായിട്ട് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഇത് ഈ കർത്താവിന്റെ മാമോദീസായിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വേദശാസ്ത്രങ്ങൾ, ഒന്നാമതായിട്ട് നമുക്ക് ഒരു രക്ഷയുടെ വേദശാസ്ത്രം അതിലുണ്ട്. തിയോളജി ഓഫ് സാൽവേഷൻ, ഒരു രക്ഷയുടെ അനുഭവം. രക്ഷകൻ ലോകത്തിൽ അവതരിച്ചിരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ രക്ഷണ്യ പ്രവൃത്തി ഈ ലോകത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള രക്ഷയുടെ ദൈവശാസ്ത്രം നമുക്കവിടെ കാണാം. രണ്ടാമതായിട്ട് തിയോളജി ഓഫ് റിഡംഷൻ, ഒരു വീണ്ടെടുപ്പിന്റെ ദൈവശാസ്ത്രം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഇസ്രായേൽ ജനം വീണ്ടെടുപ്പിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ജനനം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ നാം വീണ്ടെടുപ്പിന്റെ ഒരു ദൈവശാസ്ത്രം, തിയോളജി ഓഫ് റിഡംഷൻ, നമ്മൾ കാണുകയും. മൂന്നാമതായി തിയോളജി ഓഫ് പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണത്തിന്റെ ഒരു വേദശാസ്ത്രം നാം കാണുകയും. ഈ ലോകം മുഴുവനും ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അവൻ മാമോദീസായിലേക്ക് ജലത്തിന്മേലേക്ക് ഇറങ്ങിയപ്പോൾ ലോകത്തിലെ മുഴുവൻ ജലാശയങ്ങളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ശുദ്ധീകരണത്തിന്റെ ഒരു വേദശാസ്ത്രം അതിൽ ഉണ്ട് എന്നും. വീണ്ടും നാലാമതായി നാം കാണുന്നത് തിയോളജി ഓഫ് റെവലേഷൻ, വെളിപാടിന്റെ വേദശാസ്ത്രം നമ്മൾ അവിടെ കാണുകയും. ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ രക്ഷയും വീണ്ടെടുപ്പും ശുദ്ധീകരണവും, ഇപ്പൊ നമ്മൾ പറയുന്ന ഈ വെളിപാട് എന്ന് പറയുന്നത് പിതാക്കന്മാർ അല്ലെങ്കിൽ അന്ന് പ്രവാചകന്മാരുടെ വെളിപാടുകൾക്ക് എല്ലാം ഒരു പൂർത്തീകരണമായി ക്രിസ്തു നമ്മുടെ മുമ്പിൽ ഉദിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ദനഹ പെരുന്നാളിന്റെ മറ്റൊരു ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. വീണ്ടും തിയോളജി ഓഫ് തെയോസിസ്, തെയോസിസ് എന്ന് പറഞ്ഞാൽ ദൈവീകരണം. അപ്പോ ഈ ലോകത്തെ വീണ്ടെടുത്ത് രക്ഷണ്യ പ്രവൃത്തിയിൽ ശുദ്ധി വരുത്തി വീണ്ടെടുപ്പ് നടത്തി രക്ഷ നൽകി ഒരു ദൈവീകരണ പ്രവർത്തനത്തിലേക്ക്, അതായത് ഈ തിയോളജി ഓഫ് തിയോസിസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയി ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല എന്നാണ് പിതാക്കന്മാരുടെ അഭിപ്രായം, അല്ലെങ്കിൽ അവരതെ പറ്റി പഠിപ്പിക്കുന്നത്. ദൈവം എപ്പോഴും ഉറക്കമില്ലാത്തവനെ ഉണർവുണ്ടായ ദൈവം എപ്പോഴും നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ വീഴ്ചയിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, നമുക്ക് രക്ഷ നൽകുവാൻ തക്കവണ്ണം എല്ലാം ആയിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയെങ്കിൽ ഈ 5 വേദശാസ്ത്രം, തിയോളജി ഓഫ് സാൽവേഷൻ, തിയോളജി ഓഫ് റിഡംഷൻ, തിയോളജി ഓഫ് പ്യൂരിഫിക്കേഷൻ, തിയോളജി ഓഫ് റെവലേഷൻ, തിയോളജി ഓഫ് തെയോസിസ്, ഇത് 4 കൊണ്ടുചെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന അടുത്ത തിയോളജി എന്ന് പറയുന്നത് തിയോളജി ഓഫ് ട്രിനിറ്റി എന്നുള്ളത്. അതായത് തൃത്വ വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. തൃത്വം വെളിപ്പെട്ട ദിവസമാണ് കർത്താവിന്റെ മാമോദീസ എന്ന് പറയുന്നത്. തൃത്വം ഇൻ എ വെർട്ടിക്കൽ ലൈൻ എന്ന് പിതാക്കന്മാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് തൃത്വം എന്ന് പറയുന്ന പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധ റൂഹായായ ദൈവവും ഒരേ ലൈനിൽ വന്നിരിക്കുകയാണ്. അവിടെ പുത്രതമ്പുരാൻ അവിടെ മാമോദീസ വെള്ളത്തിൽ നിൽക്കുമ്പോൾ പിതാവാം ദൈവം ശബ്ദമുണ്ടാക്കി പറയുന്നു, മുകളിൽ വന്നു പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന് പറയുകയാണ്. അവിടെ പരിശുദ്ധ റൂഹ പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് ആവസിക്കുകയും പിതൃപുത്ര പരിശുദ്ധ റൂഹായാകുന്ന ട്രിനിറ്റി അല്ലെങ്കിൽ ത്രിത്വം വെളിപ്പെട്ടു വന്നിരിക്കുന്ന ദിവസമാകുന്നു. അങ്ങനെ ഇതിന്റെ വേദശാസ്ത്രത്തെ നാം വളരെ സിമ്പിളായി മനസ്സിലാക്കുകയാണ്. ഇനി ഇതിന്റെ അല്പം കൂടി യാത്ര ചെയ്ത് ഇതിന്റെ എറ്റിമോളജിക്കൽ അല്ലെങ്കിൽ പദപരമായ അർത്ഥവും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആൻഡ് ട്രഡീഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമുക്കൊന്ന് പോകാം.
ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് നാം ആചരിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ ദനഹ പെരുന്നാളിന്റെ അർത്ഥതലങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കുകയാണ്. ദനഹ എന്ന വാക്ക് സുറിയാനി വാക്കാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഉദയം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ എന്നാണ്. ഉദയം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ. ഇത്രയും വേദശാസ്ത്രം പറഞ്ഞു വന്ന വഴിക്ക് ഉദിച്ചു നിൽക്കുന്നു എന്നൊരു വാക്ക് ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു. ഇതിന് തുല്യമായ ഒരു ഗ്രീക്ക് പദം എപ്പിഫനി എന്നാണ്. എപ്പിഫനി എന്ന വാക്കിന് ഉദയം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ എന്ന് തന്നെയാണ് അർത്ഥം. ഇനി നാം പഠിക്കുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ഈ ഉദയം എന്ന് പറയുന്നത് കർത്താവിന്റെ മാമോദീസയാണെന്ന് നമ്മൾ പഠിച്ചിട്ട് ദനഹ പെരുന്നാൾ കർത്താവിന്റെ മാമോദീസയായി നാം ആചരിക്കുകയാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം ഈ ഉദയത്തെ പറ്റിയും അല്ലെങ്കിൽ കർത്താവിന്റെ ജനനത്തെ പറ്റിയും പിതാക്കന്മാരുടെ ഇടയിൽ ഒരേ ത്രാസിന്റെ രണ്ട് ഈക്വലായിട്ട് വെച്ചാൽ എങ്ങനെയിരിക്കും, അതേപോലെ തന്നെയാണ് ഈ ജനനത്തെ പറ്റിയും മാമോദീസയെ പറ്റിയും പറയുന്നത്. ഈ ജനനം നടക്കുന്നത് സമയം നമുക്കറിയാം. ഡിസംബർ 25 നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചു, കർത്താവിന്റെ ജനന പെരുന്നാൾ ആഘോഷിച്ചു. എന്നാൽ ഈ 30 വർഷങ്ങൾക്ക് ശേഷം ആണ് മാമോദീസ ഏറ്റത് എന്ന് നമുക്കറിയാം. അത് തമ്മിലുള്ളത് ഒരു കാലയളവ് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഈ കാലയളവിൽ കർത്താവിനെ പറ്റി വലിയ വിശദീകരണങ്ങളൊന്നുമില്ല. 12ാമത്തെ വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ പോയത് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഈ കർത്താവ് ഉദയം ചെയ്ത് നിൽക്കുന്നു, അതിനെ നമ്മള് കർത്താവിന്റെ മാമോദീസയായി വിശേഷിപ്പിക്കുമ്പോൾ ഏകദേശം ഒരു 4 നൂറ്റാണ്ട് വരെ ഇത് രണ്ടും ഒരേ പെരുന്നാളുകളായിട്ട് അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് ആചരിച്ചിരുന്നത്. ഇപ്പോഴും ജനന പെരുന്നാള് ജനുവരി മാസം 6-ാം തീയതി നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ സഭകൾ അല്ലെങ്കിൽ ട്രഡീഷൻസ് ഇന്നും നിലവിലുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ ജനനവും മാമോദീസായും 2 ദിവസങ്ങളായി നാം ആചരിക്കുന്നു എന്ന് വരികയും ഇത് രണ്ടിനെയും നാം കാണുന്നത് കർത്താവ് ഈ ലോകത്തിൽ അവതരിച്ചു, ഇൻകാർണേഷൻ എന്ന വേദശാസ്ത്രം. അതായത് പുത്രൻ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മോടൊപ്പം ഭൂമിയിലായിരിക്കുന്നു, മനുഷ്യരോടൊപ്പം ആയിരിക്കുന്നു. അത് മനസ്സിലാക്കുന്നത് നമ്മുടെ അമാലോഗ്യോ പ്രാർത്ഥനയില് വിശ്വാസത്തെ പറ്റി പിതാക്കന്മാർ എഴുതി വെക്കുന്ന ഭാഗത്ത് അവൻ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തു ഭാഗത്ത് സിംഹാസനത്തിന്മേൽ ഇരിക്കുമ്പോഴും അവൻ കന്യകയുടെ ഉദരത്തിൽ വസിച്ചു എന്ന് എഴുതുന്നുണ്ട്. അതായത് കന്യയുടെ ഉദരത്തിൽ അവൻ വസിക്കുമ്പോഴും താൻ സ്വർഗത്തിൽ സിംഹാസനത്തിൽ മേൽ ഇരുന്നിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ അതിനെ വിശ്വസിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ അതിനെ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും? അതാണ് മനുഷ്യന്റെ ഒരു 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 ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം മനുഷ്യന് സാധിക്കില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിവാഹ കൂദാശയിലെ നമ്മുടെ ഒരു ക്രൊമിയോനിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ആരാനറിയുവാനോ, ദൈവത്തെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് അവിടെ പറയുക, ആരാനറിയുവാനോ പരിശോധിച്ചറിയുവാനോ കഴിയാത്തവനായ ദൈവമേ എന്ന് അവിടെ വിശേഷിപ്പിക്കുക. അപ്പൊ ദൈവത്തെ ആരാനറിയുവാനോ പരിശോധിച്ചറിയുവാനോ കഴിയാത്തവനായ ദൈവം ഈ ദനഹ പെരുന്നാളിൽ ഉദിച്ച് നമ്മളുടെ മുമ്പിൽ നിൽക്കുകയും, അപ്പോ ഇതിന്റെ പല അർത്ഥങ്ങളിൽ നിന്നുകൊണ്ട് നമുക്കിതിന്റെ ഹിസ്റ്റോറിക്കൽ ആൻഡ് ട്രഡീഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഏകദേശം 6-ാം നൂറ്റാണ്ട് മുതലാണ് ഈ പെരുന്നാള് ആഘോഷിക്കുവാൻ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രൂപം ഉണ്ടാകുന്നത്. എന്നാൽ 4-ാം നൂറ്റാണ്ട് മുതൽ ഈ ദനഹ പെരുന്നാളായി ആഘോഷിക്കാൻ തുടങ്ങി എന്ന് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായമുണ്ട്. 4-ാം നൂറ്റാണ്ടിന്റെ അവസാനം യെരുശലേമിൽ ഈ പെരുന്നാൾ ആഘോഷിച്ചതായി എഗേറിയ എന്ന ഒരു തീർത്ഥാടന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പല പാരമ്പര്യങ്ങൾ നിലവിലുണ്ട്. പടിഞ്ഞാറൻ ലത്തീൻ പാരമ്പര്യത്തിൽ ഈ പെരുന്നാള് ആഘോഷിക്കുന്നത് ഈ കാര്യത്തിലല്ല. അവിടെ ഈ പറയുന്നത്
വിദ്വാൻമാരുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട അത് നമ്മൾ കാണുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വിദ്വാൻമാരുടെ ഒരു യാത്രയെ പറ്റി പറയുന്നുണ്ട്, കർത്താവിനെ കാണുവാൻ വേണ്ടി. അത് ക്രിസ്റ്റോസെൻട്രിക് ആണ്, പക്ഷേ വിദ്വാൻമാരുടെ യാത്രയെ പറ്റി ആണ് അവിടെ പറയുന്നത്. അത് അനുസ്മരിച്ചുകൊണ്ടാണ് അവിടെ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. എന്തായാലും കർത്താവിന്റെ മഹത്വം വിജാതീയർക്ക് വെളിപ്പെടുത്തിയതിന്റെ ഓർമ്മയായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആദിമസഭയിൽ ജനനവും മാമോദീസായും ഒരേ ദിവസം തന്നെയാണ് ആഘോഷിച്ചിരുന്നത്. അത് ഏകദേശം 4-ാം നൂറ്റാണ്ടോടുകൂടി അതിന് വ്യത്യാസം ഉണ്ടായി. 5-ാം നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ടോടുകൂടി ഇപ്രകാരം ഇത് നിലവിൽ വന്നു എന്ന് അതിന്റെ ഹിസ്റ്ററി നാം മനസ്സിലാക്കുക. അപ്പോ ഈ ഹിസ്റ്ററിയിൽ നിന്നുകൊണ്ട് മലങ്കരയിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ മലങ്കര സഭയിൽ നീതിസൂര്യനായ ക്രിസ്തു ജനമധ്യേ ഉദിച്ചു വന്നിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനം നാം കാണുന്നു. അപ്പോ മലങ്കര സഭയിൽ തെക്ക് വടക്ക് പാരമ്പര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. തെക്ക് പാരമ്പര്യത്തിൽ നാം ഈ പെരുന്നാളിനെ കാണുന്നത് വേറൊരു പേര് അതിനെ പറയാറുണ്ട്. ഇതിന് രാക്കുളി പെരുന്നാൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ദൈവം അർദ്ധരാത്രിയിൽ ജനിച്ചു. അതായത് പൂർവികരായ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ക്രിസ്തുവിന്റെ സ്നാനം അനുസ്മരിച്ച് അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കുമായിരുന്നു. സ്നാനം ശുദ്ധീകരണമാണല്ലോ. അതുകൊണ്ട് ഇതിന് രാക്കുളി പെരുന്നാൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2, വടക്കൻ പാരമ്പര്യം നമ്മൾ പറയുമ്പോൾ വടക്കൻ പാരമ്പര്യത്തിൽ ഇതിനെ പിണ്ടി പെരുന്നാൾ എന്നാ പറയുന്നത്. നമ്മളൊരു 6-ാം തീയതി 7-ാം തീയതി നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം വാഴയുടെ പിണ്ടി എടുത്ത് നാട്ടി വെച്ചിട്ട് അതിൽ തിരി കത്തിച്ച് ഇത് പ്രകാശത്തിന്റെ പെരുന്നാളായി, അതെ ഉദയം ചെയ്ത പ്രകാശം എന്നുള്ള നിലയിൽ പ്രകാശത്തിന്റെ പെരുന്നാളായി, അതായത് ലോകത്തിന്റെ പ്രകാശമാകുന്ന മശീഹായെ അനുസ്മരിച്ചുകൊണ്ട് വാഴപ്പിണ്ടിയിൽ വിളക്ക് കത്തിച്ചോ പന്തങ്ങൾ കൊളുത്തി വെച്ച് അതിന് വലയം ചെയ്തുകൊണ്ട് ദൈവം പ്രകാശമാകുന്നു എന്ന അർത്ഥത്തിൽ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുന്നംകുളം, അതായത് കോട്ടയം വടക്ക് സൈഡിൽ ഉള്ള ഒരു പെരുന്നാളായിട്ട് ഈ പെരുന്നാള് മലങ്കരയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം അതിന്റെ ചരിത്രപരമായ അല്ലെങ്കിൽ അതിന്റെ ട്രഡീഷണൽ പരമായ ഒരു അർത്ഥതലങ്ങളായിട്ട് നാം മനസ്സിലാക്കുകയും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഈ വാക്കിന്റെ അർത്ഥം നമ്മൾ കണ്ടു, അതിന്റെ പശ്ചാത്തലം നമ്മൾ കണ്ടു, അതുപോലെ തന്നെ അതിന്റെ ട്രഡീഷണൽ നമ്മുടെ ചരിത്രപരമായും ഹിസ്റ്റോറിക്കലായും ട്രഡീഷണലായും കണ്ടു. അതിന്റെ വളർച്ച എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു. ഇനിയും ഇതിന്റെ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. വേദപുസ്തകപരമായി ഈ പെരുന്നാളിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് നമ്മൾ ആത്യന്തികമായി ഇതെന്താണ് എന്ന് കണ്ടത് ഇതൊരു വലിയ പെരുന്നാളാണെന്ന് കണ്ടു. ആ പെരുന്നാള് ലോകത്തിലേക്ക് രക്ഷകൻ വന്നതിന്റെ പെരുന്നാളാണ് എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ഇതിന്റെ വേദപുസ്തക അടിസ്ഥാനം എന്താണ്, എന്തെല്ലാം ഇതിനെ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഒന്നാമതായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറയുക, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അതായത് ഈ ലോകത്തിന്റെ രക്ഷകൻ ഉദിച്ചു വന്നിരിക്കുന്ന വലിയ പ്രകാശം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ രക്ഷകൻ ഉദിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം. സങ്കീർത്തനം 72-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ലോകത്തിന്, ദൈവജനത്തിന് ന്യായം പാലിക്കുവാൻ ഒരുവൻ വന്നിരിക്കുന്നു. ഈ വേദവാക്യങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായ ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ ദൈവത്തെ പറ്റി, ഈ ലോകത്തിലേക്ക് തന്റെ രക്ഷണ്യ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നതായ വേദഭാഗങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനം. എഴുന്നേറ്റ് പ്രകാശിക്കുക, ഇതിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുളിൽ ഇരിക്കുന്നവർക്ക് വലിയ പ്രകാശം ലഭിച്ചു എന്നുള്ളതായ യെശയ്യാ പ്രവാചകൻ. സങ്കീർത്തനം പറയുന്നത് ലോകത്തിൽ ന്യായമൊക്കെ നഷ്ടപ്പെട്ടു, ന്യായം നടത്തി തരുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നവനായ ക്രിസ്തുവിനെ പറയും. വീണ്ടും നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിലേക്ക് ഒരു വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 42 വരെയുള്ള ഭാഗങ്ങൾ ഈ ശുശ്രൂഷയിലെ ഒരു വേദഭാഗമാണ്.
അവിടെ പറയുന്നത് ശമരിയായക്കാരി സ്ത്രീ ജീവന്റെ വെള്ളം ആവശ്യപ്പെടുന്നു, ജീവജലം ആവശ്യപ്പെടുകയും ഇനിയും എനിക്ക് ദാഹിക്കാതെ ഇരിക്കേണ്ടുന്നതിന് എനിക്ക് ആ ജീവന്റെ പാനീയം എനിക്ക് നൽകണം എന്ന് പറയുക. അപ്പോ നമ്മൾ ഇതിന്റെ കൗദാശികമായ അടിസ്ഥാനത്തിൽ ഇതിന്റെ വെള്ളത്തിന്റെ പ്രാധാന്യം നാം കാണുന്നുണ്ട്. ഇവിടെ നാം കണ്ടത് ശമരിയായക്കാരി സ്ത്രീയുടെ കർത്താവിനെ മനസ്സിലാക്കി അനുഭവമാക്കി അവള് സാക്ഷിയായി മാറുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പാത്രത്തിൽ വെള്ളമെടുക്കുന്ന ക്രിസ്തു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നത് നാം കാണുകയും, അപ്പൊ അതിന്റെ അടിസ്ഥാനം എല്ലാം എന്ന് പറയുന്നത് താൻ ഈ ലോകത്തിലേക്ക് വന്നത് ശുശ്രൂഷ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണമാണ് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ വേദഭാഗങ്ങളെല്ലാം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് കർത്താവിന്റെ രക്ഷണ്യ പ്രവൃത്തിയെ പറ്റി. പാപം ചെയ്തിരിക്കുന്ന മനുഷ്യരെ കാലുകൾ കഴുകി ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം കർത്താവ് മാതൃകയായി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയും. വീണ്ടും നമ്മൾ കാണുന്നത് അതിന്റെ വേദപുസ്തക അടിസ്ഥാനം കാണുന്നത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, വെള്ളത്തിൽ നിന്നാണല്ലോ ജീവന്റെ ആരംഭം. അപ്പോ നമ്മൾ അവിടെ കാണുന്നത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ കൂദാശയുടെ ദനഹ പെരുന്നാളിന്റെ കൂദാശ എന്ന് പറയുന്നത് വെള്ളം വാഴുവിന്റെ കൂദാശ. അപ്പൊ കൂദാശയുടെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ പോകുന്നത് ഇങ്ങനെ ചില വേദവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലൂടെ. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടികർമ്മം നടക്കുകയും. അപ്പോ വീണ്ടും പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്നല്ലോ എന്ന് കർത്താവ് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. വീണ്ടും പറയുന്നു യെശയ്യാ പ്രവാചകനും 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് കുടിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് കുടിക്കും. യെശയ്യാ പ്രവചനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. വീണ്ടും 37-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം, എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു, എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവ നദി ഒഴുകും. കർത്താവിന്റെ വചനമാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവ നദി ഒഴുകും എന്ന് പറയുന്നു. വീണ്ടും നമ്മൾ കാണുന്ന പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 3 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, കയ്പായ ജലത്തെ മോശ മുഖാന്തരം യഹോവ രുചിയുള്ളതാക്കി തീർക്കുന്നത് നമ്മൾ കാണുന്നു. കയ്പായ വെള്ളം രുചിയായി ഇസ്രായേൽ ജനത്തിൽ നൽകുന്ന മോശയുടെ ദൃഷ്ടാന്തം. വീണ്ടും 2 രാജാക്കന്മാർ 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ, ദുഷിച്ച ജലം ഉപ്പിനാൽ ഏശയ്യാ ദീർഘദർശി മുഖാന്തരം അത് ഹിതകരമായ വെള്ളമായി മാറുകയാണ്. അവിടെ ദുഷിച്ച വെള്ളത്തെ ഹിതകരമായ നല്ല വെള്ളമാക്കി തീർക്കുന്ന ഏശയ്യാ ദീർഘദർശിയെ നമ്മൾ കാണും. ഇതിലൂടെ യഹോവയായ ദൈവം പ്രവർത്തിക്കുക. വീണ്ടും പാറയിൽ നിന്ന് ദൈവകൽപ്പനയാൽ മോശ ഇസ്രായേൽ ജനത്തിന് ജലം നൽകുന്നതായി സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുകയും. അങ്ങനെ ഏകദേശം 10 വാക്യങ്ങൾ നാം പരിശോധിച്ചു കഴിഞ്ഞു. ഈ 10 വാക്യങ്ങളിലും ജലത്താൽ രക്ഷണ്യ പ്രവൃത്തി നടത്തി നടന്ന യഹോവയായ ദൈവവും പുത്രൻ തമ്പുരാനും പരിശുദ്ധ റൂഹായിയായ ദൈവത്തെയുമാണ് നമ്മൾ കാണുന്നത്. അപ്പോ ദൈവത്തിന്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ ഭാഗമായി ഈ വേദഭാഗങ്ങളെ എല്ലാം നാം കാണുമ്പോൾ ഈ കൗദാശികമാകുന്ന അനുഭവങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്, അല്ലെങ്കിൽ ഈ കൂദാശയിൽ നാം സംബന്ധിക്കുമ്പോൾ ഈ കൂദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഭാഗം എന്ന് പറയുന്നത് വെള്ളം വാഴ്വിന്റെ ശുശ്രൂഷയാണ്.
അപ്പോ ഇതിന്റെ വേദശാസ്ത്രം നമ്മൾ മനസ്സിലാക്കി, അതിന്റെ വേദപുസ്തക അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കി, അതിന്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കി, അതിന്റെ ഹിസ്റ്റോറിക്കലായ ഡെവലപ്മെന്റുകൾ മനസ്സിലാക്കി, അതിന്റെ ട്രഡീഷൻ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. ഈ വേദഭാഗങ്ങൾ ഞാൻ വേഗം പറഞ്ഞു പോയി. അത് കുറിച്ചെടുത്തവർക്ക് അത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി വായിക്കുമ്പോൾ അതിന്റെ ഒരു നല്ല ആ ഒരു ഫ്ലോ ലഭിക്കും എന്നുള്ള കാര്യത്തിന് സംശയം. അപ്പോ ഇനി നമ്മളിതിന്റെ കൗദാശികമാകുന്ന അനുഭവങ്ങളെ ഒന്ന് വേർതിരിക്കുക. അതിൽ സംബന്ധിച്ചിട്ടുള്ളവരും അല്പം ധൃതിയിലാണ് നമ്മുടെ ശുശ്രൂഷകളൊക്കെ നടക്കാറുള്ളത്. ഈ ദനഹാ പെരുന്നാളിൽ ചിലപ്പോ ചില നീളമുള്ള ചില പാട്ടുകൾ അതിന്റെ വായനകളാക്കി മാറ്റി അത് വായിക്കുന്നതും ഉചിതമാകുന്ന, അത് വായിക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ അതിന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പക്ഷേ എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കൂദാശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഒന്ന്, കർത്താവിന്റെ മാമോദീസ ഏറ്റത് ലോകത്തിലെ സർവ്വജലത്തെയും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന ആശയം ആ കൂദാശയിൽ മുഴുവനായി നിൽക്കുകയും. അപ്പോ തിയോളജി ഓഫ് പ്യൂരിഫിക്കേഷൻ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അല്പം കൂടി വിശാലമായി ഇപ്പൊ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് ഈ ലോകത്തെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നവൻ ഈ സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം മാലാഖ പറഞ്ഞ ഇവിടെ കൊണ്ടൊന്നും നമുക്ക് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ഇത് ഒരാൾക്ക് വേണ്ടിയോ അല്ലെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമോ, അന്നുണ്ടായിരുന്ന വിജാതീയർക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവജനത്തിന് വേണ്ടി മാത്രമോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആളുകൾക്കോ സമൂഹങ്ങൾക്കോ ജാതികൾക്കോ ഗോത്രങ്ങൾക്കോ വേണ്ടി മാത്രമല്ല, സർവ്വജനത്തിനും ഉണ്ടാവുന്ന ഒരു വലിയ രക്ഷയുടെ അനുഭവം. അവൻ എന്തിനാണ് കർത്താവിന് മാമോദീസയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സാധാരണഗതി ചോദിക്കാറുണ്ട്. അത് നമ്മൾ മാത്രമല്ല ചോദിക്കുന്നത്. സ്നാപക യോഹന്നാനും ചോദിക്കുക, അയ്യോ നീയോ, എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാട്ടി ശ്രേഷ്ഠനാണ് എന്ന് മനസ്സിലാക്കുന്നവൻ പറയുകയാണ്, നീയോ ഞാൻ മാമോദീസ ഏൽക്കേണ്ടത് നിന്നിൽ നിന്നാണ്. ആ ഒരു അറിവ് യോഹന്നാൻ സ്നാപകന് പോലും ഉണ്ടാവുകയാണ്. അപ്പൊ കർത്താവ് മാമോദീസയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ആ ജലാശയത്തെ പൂർണ്ണമായി ശുദ്ധീകരിക്കുക. നമ്മൾ കൂദാശയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വെള്ളം വാഴ്ത്തുന്ന കൂദാശയം. ആ കൂദാശയെ നമ്മൾ അല്പം കൂടി ആഴമായി മനസ്സിലാക്കണം എന്ന് വരികയും ആ ദിവസത്തെ പ്രൊമിയോൻ വായനകളും അതുപോലെ തന്നെ ആ കൂദാശയിലെ പാട്ടുകളുടെ അർത്ഥങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. അതിന്റെ ഒത്തിരി അർത്ഥതലത്തിലേക്ക് പോകുന്നില്ല. എന്നാല് ഈ വെള്ളം വാഴ്ത്തുന്നതിനെ പറ്റി പറഞ്ഞാല് രണ്ട് കൂദാശകളിൽ നമ്മൾ വെള്ളം വാഴ്ത്തുന്നുണ്ട്. ഒന്ന്, ദനഹാ പെരുന്നാളിൽ വെള്ളം വാഴ്ത്തി എല്ലാവർക്കും കുടിക്കാൻ നൽകുകയാണ്. അത് പരിശുദ്ധ ത്രോണോസിന്മേൽ 1 വർഷം വരെയും സൂക്ഷിക്കുകയാണ്. അത് ഏത് സമയവും ഏത് വിശ്വാസിയും ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് അത് പകർന്നു കൊടുക്കാറുണ്ട്. അത് ആ ദിവസം എല്ലാവരും ഉപയോഗിക്കും. പിന്നെ ഞായറാഴ്ച വരുമ്പോഴും എല്ലാവർക്കും കൊടുക്കും. പിന്നെ കുർബാന അനുഭവിക്കാൻ വരുമ്പോൾ ഇതിൽ നിന്നൂടെ പകർന്ന് എടുത്ത് കുർബാന അനുഭവിക്കുന്നവർക്ക് കുടിക്കുന്ന വെള്ളത്തിനകത്ത് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു രോഗം ഉണ്ടാകുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ, നമ്മുടെ പഴയ തലമുറയിലൊക്കെ വീടുകളിൽ കൊണ്ടുവന്ന വിശുദ്ധ വേദപുസ്തകത്തോട് ചേർത്ത് ഒരു കുപ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ദനഹാ വെള്ളം എന്ന് അതിന് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ദനഹാ വെള്ളം കുടിക്കുന്നത് രോഗസൗഖ്യത്തിന് ഇടയാക്കുന്നു എന്നുള്ള വലിയ വിശ്വാസം ഒരു തലമുറ വരെ നമുക്കുണ്ടായിരുന്നു. ഇന്നും ഉള്ളവരുണ്ട്. എൻ്റെ ഇവിടെ വന്ന് രോഗമായിട്ടുള്ളവർ വന്നിട്ട് ഇത് മേടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ കൂദാശ അനുഷ്ഠാനങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതും അതാണ് നമ്മുടെ രക്ഷണ്യ പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. അതുകൊണ്ട് ദനഹാ പെരുന്നാളിലെ വെള്ളം വാഴ്ത്തി കുടിക്കുവാൻ ഉപയോഗിക്കുന്നു എന്ന് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പെന്തിക്കോസ്തി പെരുന്നാൾ. അവിടെയും ഈ വെള്ളം വാഴ്വിന്റെ ശുശ്രൂഷയാണ് നടക്കുന്നത്. 3 പ്രാവശ്യം വെള്ളം ശുശ്രൂഷ തൃത്വനാമത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അവിടെ ഈ വെള്ളം വാഴ്ത്തി എല്ലാവരെയും തളിക്കുകയാണ് ചെയ്യുന്നത്. ആ വെള്ളം കുടിക്കാറില്ല, തളിക്കുന്ന വെള്ളമാണ്.
അപ്പോ വെള്ളം വാഴ്ത്തി തളിക്കുന്ന ശുശ്രൂഷ നമ്മുടെ പെന്തിക്കോസ്തി പെരുന്നാളിൽ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പുതുക്കം പ്രാപിക്കുന്നു എന്നതാണ്. അത് പിതാക്കന്മാരുടെയൊക്കെ പ്രസംഗങ്ങളിൽ കേട്ടിട്ടുള്ളത്. ഒരു തുള്ളി വെള്ളം ദേഹത്ത് വീഴുമ്പോൾ നമുക്കൊരു ഞെട്ടൽ ഉണ്ടാകുന്നു. ആ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ ഉണ്ടാവുന്ന ഞെട്ടൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പുതുക്കം പ്രാപിക്കുക എന്നൊക്കെ നമ്മളെ ഇടയാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആ അർത്ഥതലം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോഴാണ് അത് സ്വായത്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ പെന്തിക്കോസ്തി പെരുന്നാളും ഈ ദനഹ പെരുന്നാളും ഈ വെള്ളം വാഴുവിന്റെ ശുശ്രൂഷകൾ നിർവഹിച്ച് നമുക്ക് നൽകുമ്പോൾ ഈ ദനഹ പെരുന്നാളിന്റെ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ വെള്ളം നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും ആദ്യം മാമോദിസ മുങ്ങുന്ന കർത്താവിന്റെ മാമോദിസ സർവ്വ ജലാശയങ്ങളെയും പ്രകൃതിയിൽ തന്നെ ശുദ്ധീകരിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടുന്നത് കർത്താവിന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ രക്തവും വെള്ളവും ഇതിനോട് ബന്ധപ്പെടുത്തി ഈ ശുശ്രൂഷയിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. പല ഭാഗത്തായിട്ട് ആ പരാമർശമുണ്ട്. അതായത് കുരിശിക്കപ്പെട്ടവനായ ക്രിസ്തു മരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കുന്തം കൊണ്ട് തിരുവിലാവിൽ കുത്തുമ്പോൾ അതിൽ നിന്ന് വെള്ളവും ചോരയും ഒഴുകി എന്നാണ് പറയുന്നത്. അപ്പോ അത്രയ്ക്ക് ക്രൂരമായ ഒരു വേദന അനുഭവിച്ചവനായ കർത്താവ് നമ്മളുടെ രക്ഷകനായി തീർന്നു എന്ന, നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മറുവിലയായി താൻ ഈ ലോകത്തിൽ വേദനകൾ സഹിച്ചു. അവന്റെ തിരുവിലാവിൽ ഒഴുകിയ വെള്ളം നമ്മളെ എപ്രകാരമാണോ ഈ രക്ഷയിലേക്ക് നയിക്കുന്നത്, അപ്രകാരം നമ്മളെ രക്ഷയിലേക്ക് നയിക്കുമെന്നൊക്കെ ഈ ശുശ്രൂഷ മുഖാന്തരമാകുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ സമയങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരുന്നത് ഈ രക്ഷണ്യ പ്രവൃത്തിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഘടകങ്ങളെ പറ്റിയാണ്. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 15 മുതൽ 22 വരെയുള്ള വേദഭാഗമാണ് കർത്താവിന്റെ മാമോദീസായെ ശുശ്രൂഷയെ പറ്റി എവങ്കേലിയോൻ ഭാഗമായിട്ട് വായിക്കാനുള്ളത്. ഈ വേദഭാഗത്ത് നാം കാണുന്ന കർത്താവിന്റെ മാമോദീസ ദനഹ പെരുന്നാളായി ആഘോഷിക്കുന്ന നമുക്ക് ഈ രക്ഷണ്യ പ്രവൃത്തിയിൽ നമ്മളും പങ്കാളികളാകുന്നു എന്നുള്ളത്. ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത് ഉദിച്ചുയർന്നവനായ കർത്താവ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കർത്താവിന്റെ ജനനവും മാമോദീസായും ഒരു ത്രാസിന്റെ രണ്ട് ഒരേ ഈക്വൽ ആയിരിക്കുന്ന അവസ്ഥയില് ഒരേ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ പിതാക്കന്മാർ അനുഷ്ഠിച്ചു വന്നിരുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ അതേ പ്രാധാന്യത്തോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാം ദനഹ പെരുന്നാളിനെ സമീപിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി മാറും എന്നുള്ളതാണ്. നമ്മൾ കാണുന്നത് കണ്ട് മനസ്സിലാക്കുന്നതിലുപരി നമ്മളിൽ ഉള്ളതായ അറിവ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി ഒരു ദനഹ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ ആ പെരുന്നാളിലെ ശുശ്രൂഷകളിലെ ഓരോ പ്രാർത്ഥനകളും, ഈ ദനഹ പെരുന്നാളിന്റെ മാത്രം ഒരു പ്രത്യേകതയുണ്ട്, 2 വിശുദ്ധ കുർബാനയുടെ ക്രമീകരണമാണുള്ളത്. സാധാരണ ഒരു ദിവസം ഒരു വിശുദ്ധ കുർബാന കാണുന്നത് എനിക്ക് മനസ്സിലാകായിട്ടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം എനിക്ക് പലരോടും ചോദിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ചിലരോട് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ആൻസറുകൾ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രാർത്ഥനകളുടെ ക്രമീകരണങ്ങൾ അനുസരിച്ച് ഒരു ശുശ്രൂഷയിൽ ഒരു പ്രാവശ്യം മാത്രമേ വിശ്വാസ പ്രമാണം ചൊല്ലാറുള്ളൂ. എല്ലാ ശുശ്രൂഷയും ദുഃഖവെള്ളിയാഴ്ച ദീർഘമായ ശുശ്രൂഷയാണ്. പക്ഷെ ഏറ്റവും അവസാനം ഖബറടക്ക ശുശ്രൂഷ കഴിഞ്ഞിട്ട് മാത്രമാണ് വിശ്വാസ പ്രമാണം ചൊല്ലാറുള്ളത്. അത് 2 നമസ്കാരങ്ങൾ, ഇപ്പൊ യാമ നമസ്കാരങ്ങൾ നടക്കുമ്പോൾ 3-ാം മണി നമസ്കാരവും 6-ാം മണി നമസ്കാരവും ഒന്നിച്ച് ചൊല്ലുവാണെങ്കിൽ 3-ാം മണി നമസ്കാരം കഴിഞ്ഞിട്ടും വിശ്വാസ പ്രമാണം എഴുതിയിട്ടുണ്ട്, 6-ാം മണി നമസ്കാരം കഴിഞ്ഞിട്ടും വിശ്വാസ പ്രമാണം. പക്ഷെ 2 ഒന്നിച്ച് നടത്തുമ്പോൾ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി എന്നുള്ളത്. എന്നാൽ ഈ ദനഹ പെരുന്നാളിലെ
ക്രമീകരണം എന്ന് പറയുന്നത് ഈ ഈ പറയുന്ന നിബന്ധനകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ളതായ ഒരു ശുശ്രൂഷയാണ് നെനഹ പെരുന്നാൾ. അതാണ് അതിന്റെ അർത്ഥത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്ന അവിടെ. ആ ധൂപകുറ്റി വാഴ്ത്തുന്നത് വിശുദ്ധ കുർബാനയിൽ ഒരു പ്രാവശ്യമേ ധൂപകുറ്റി വാഴ്ത്താറുള്ളൂ. എന്നാൽ നെനഹ പെരുന്നാളിൽ നെനഹ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ധൂപകുറ്റി വാഴ്ത്തുന്നു, വീണ്ടും വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് ധൂപകുറ്റി വാഴ്ത്തുന്നു. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ പോലെ. ഇത് ഒന്നാമത് ഈ ഇട ദിവസമാണ് വരുന്നത്. ഇത് വലിയ പ്രാധാന്യം ജനങ്ങൾ ഇതിന് നൽകുന്നില്ലല്ലോ, ജനങ്ങൾക്ക് വരാൻ സാധിക്കുന്നില്ലല്ലോ. ഇതൊരു ഞായറാഴ്ചയിലേക്ക് മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ആളുകൾക്ക് ഈ ജനുവരി 6 ഞായറാഴ്ചയായിട്ട് വരുന്ന ദിവസമാണ് സാധാരണ ആളുകൾ ഇത് കാണുവാനായിട്ട് ഇടയാകുന്നത്. ഇപ്രാവശ്യം അത് വരുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പം എങ്ങനെ ഈ ആളുകൾക്ക് ഇത് അനുഭവവേദ്യമാകും? അപ്പോ അതൊരു പക്ഷേ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ അറിയുന്നതിന് മുമ്പുള്ള ചില ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് ഏറ്റവും ഒരുപക്ഷെ ജിതിൻ ജോസഫ് അച്ഛൻ 2 വർഷം മുമ്പ് ഒരു ഈ ശുശ്രൂഷയില് ഞങ്ങൾ ഒരുമിച്ചാണ് നെനഹ പെരുന്നാൾ നടത്തിയത്. ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു. അപ്പോൾ എന്ത് പ്രാധാന്യവും അതിന് നൽകണം എന്നുള്ളതാണ്. ആ ശുശ്രൂഷയ്ക്ക് നമ്മുടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നതായ ആ ശുശ്രൂഷ നമ്മുടെ എല്ലാ പെരുന്നാളുകളും വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നടക്കുന്നത്. പക്ഷേ തീജ്വാല ശുശ്രൂഷയ്ക്ക് നമുക്ക് പ്രത്യേക ഒരു പ്രാധാന്യമുണ്ട്. അത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കത്തിച്ച കുരുത്തോലകളുടെ ഒരു വലിയ അനുഭവം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഈ നെനഹ പെരുന്നാളും അതേ പ്രാധാന്യം, എല്ലാ പെരുന്നാളുകളെക്കാട്ടിലും പ്രാധാന്യം ഈ നെനഹ പെരുന്നാളിൽ ഉണ്ട് എന്ന് പറയാനായിട്ട് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. കാരണം അത്രയ്ക്ക് പ്രാധാന്യം കർത്താവ് ഈ ലോകത്തിൽ അവതരിച്ചു എന്നുള്ള വലിയ വേദശാസ്ത്രം അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അത് എന്തെല്ലാമാണ് എന്നാണ് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ യാത്ര ആരംഭിച്ചത്. യാത്രയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഈ ശുശ്രൂഷകൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കണം എന്നുള്ളതാണ് ആദ്യം മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവ ലോകത്തെയും ശുദ്ധീകരിക്കുന്ന ഈ ശുശ്രൂഷ ഈ വിവിധ പാരമ്പര്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ അനുഷ്ഠിക്കുന്ന രീതികൾ ഇതെല്ലാം നമ്മൾ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ വേദശാസ്ത്രം ഏതാണ്ട് 6 വേദശാസ്ത്രത്തിന്റെ തലങ്ങളിലേക്ക് നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കൊണ്ടുചെന്ന് എത്തിക്കുമ്പോൾ തിയോളജി ഓഫ് സാൽവേഷൻ, തിയോളജി ഓഫ് റിഡംഷൻ, തിയോളജി ഓഫ് പ്യൂരിഫിക്കേഷൻ, തിയോളജി ഓഫ് റെവലേഷൻ, തിയോളജി ഓഫ് ട്രിനിറ്റി, തിയോളജി ഓഫ് തെയോസിസ്, ഈ 6 വേദശാസ്ത്രങ്ങളിലേക്ക് നമ്മൾ വേദശാസ്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ആരംഭിച്ചതായ ഈ യാത്ര വീണ്ടും തിരികെ വന്ന് ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇവിടെ ഒരു രക്ഷയുടെ അനുഭവത്തെ പറ്റി നാം കാണുന്നു. ഇവിടെ ഒരു വീണ്ടെടുപ്പ്, ഇവിടെ ഒരു ശുദ്ധീകരണം, ഇവിടെ ഒരു വെളിപാട്, ഇവിടെ ഒരു ദൈവീകരണം, ഇവിടെ പരിശുദ്ധ തൃത്വം വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. യോർദാൻ നദിയിൽ ഒരു വെർട്ടിക്കൽ ലൈനിൽ പിതൃപുത്ര പരിശുദ്ധ റൂഹായ ദൈവം നേരെ നിൽക്കുകയാണ്. ഇതാണ് എപ്പിഫനി അല്ലെങ്കിൽ നെനഹ എന്ന് പറയുന്നത്. ആ നെനഹ പെരുന്നാളിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കൂദാശയിലേക്ക് ഇനി ഒരു ദിവസം കൂടെയുണ്ട്. ഇനി കൂടുതലായി ഇതിനെ നമ്മുടെ മനസ്സിൽ ഈ കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കൂടുതലൊന്ന് അറിയാനായിട്ടൊന്ന് ശ്രമിക്കുവാണെങ്കിൽ ഒരുപക്ഷെ ഒരു ചെറിയ വായനയൊക്കെ ഇതിന് ആവശ്യമായി വരും. അതിന് ഞാൻ ഈ പറഞ്ഞതായ വേദഭാഗങ്ങൾ അതിന് ഉപകരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ കൂദാശ, ആ പുസ്തകം, അതിന്റെ പാട്ടുകളുടെ അർത്ഥങ്ങൾ നാം ഒന്ന് ശ്രമിക്കുകയും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയും അതിലെ വായനകളും ആ ദിവസത്തെ പൊമിയോൻ സെദറ വായനകളും ആ ദിവസത്തെ ഏവൻഗേലിയോൻ ഭാഗവും
ആ ദിവസത്തെ സ്ലീഹ വായന ഭാഗവും നാം ഒന്ന് ഒരു ഈ ക്ലാസ്സിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ, ഒരു പഠനം എന്നുള്ള രീതിയിൽ, ഒരു അസൈൻമെന്റ് എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് കാണണം എന്നൊരു അപേക്ഷ മാത്രം എനിക്കുണ്ട്. അത് ഒരു എക്സസൈസ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രാവശ്യം കൂടെ വരുമ്പോൾ നമ്മുടെ രക്ഷകൻ നമുക്കായി ഉദിച്ചിരിക്കുന്നു. അത് ക്രിസ്മസ് എന്നും അതുപോലെ തന്നെ ദനഹ പെരുന്നാളും എന്ന് പറയുന്ന അത് രണ്ടും ഒരേ ത്രാസിൽ നാം കണ്ടുകൊണ്ട്, ഒരേപോലെ അതിനെ കണ്ടുകൊണ്ട് നമ്മുടെ രക്ഷകൻ നമുക്കായി ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ള ആ വലിയ അർത്ഥതലത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ ദനഹ പെരുന്നാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒരു പ്രാവശ്യം കൂടെ എല്ലാവിധ ആശംസകളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ അനുമോദിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. പള്ളിഭാഗം ജ്ഞാന പ്രസ്ഥാനം നടത്തിവരുന്ന ധ്യാനത്തിന്റെ ഒരു വലിയ ദിവസം എന്ന് കടന്നു പോയിരിക്കുകയാണ്. കാരണം പലർക്കും ദനഹായെ കുറിച്ചുള്ള ചിന്തകൾ അജ്ഞാതം. ദനഹ കർത്താവിന്റെ മാമോദിസ എന്നുള്ളതിലുപരി അതിലടങ്ങിയിരിക്കുന്ന ദൈവശാസ്ത്രം ഇത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് ബഹുമാനപ്പെട്ട ബിജു അച്ഛന്റെ ഇന്നത്തെ ക്ലാസ്സോടുകൂടി പലർക്കും മനസ്സിലായേക്കാം. ദനഹായിലേക്ക് അച്ഛൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദനഹായിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്താണ് ദനഹ എന്നുള്ളത് മനസ്സിലാക്കി അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ദനഹ പെരുന്നാളിന്റെ മഹത്വവും അതിന്റെ ആ സങ്കീർണത, അതുപോലെ അതിന്റെ ആ ഒരു കാര്യം മനുഷ്യന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരനുഭവം 6 തലത്തിലുള്ള ആ ദൈവവചനത്തിന് അല്ലെങ്കിൽ ദനഹായുടെ ആ ഒരു ഘട്ടങ്ങൾ വളരെ ഭംഗിയായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന് വിവരിച്ചു തന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രസ്ഥാന അംഗങ്ങൾക്കും അല്ലാതെ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇത് വന്ന ഈ മീറ്റിങ്ങിന് കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ദൈവമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ ഇതിന് ചുക്കാൻ പിടിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ വികാരി ഫാദർ മെമ്പർ മാമൻ ചെറിയാനച്ഛന്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് വികാരി നിതിൻ ജോസഫ് മാത്യു അച്ഛന് രണ്ടുപേരോടുമുള്ള നന്ദി കൃതജ്ഞതയെ പറ്റി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വളരെ ആഴത്തിലുള്ള പറഞ്ഞ പോലെ ഇതിന്റെ ഒരു 2ാം ഭാഗം കൂടി ഉണ്ടെങ്കിലേ ഇതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുള്ളൂ. തീർച്ചയായിട്ടും വെച്ചാൽ ആ ഒരു കാര്യം കൂടി ഞങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വലിയ താമസമെന്നെ അതുകൂടി നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അച്ഛൻ്റെ ഒരു ക്ലാസ് കൂടെ എടുത്ത് അത് പരിപൂർണതയിൽ എത്തിക്കാൻ ശ്രമിക്കാം. എന്റെ ആ വചനങ്ങൾക്ക് വളരെയധികം നന്ദിയും കൃതജ്ഞത അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇത് പങ്കെടുത്തവർക്ക് മാത്രമല്ല, ഇത് ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് ഇനി കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും വളരെയധികം പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുന്നു. അച്ഛന് എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും പള്ളിഭാഗം യുവന പ്രസ്ഥാനത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ഇവിടെ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇതിൽ പങ്കെടുത്തതാണ്ട് 48 പേരോളം ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുത്ത് ഇപ്പൊ കുറച്ചുപേര് ലെഫ്റ്റ് ആയെങ്കിലും മാക്സിമം ഇതിനകത്ത് 50-നോടടുത്ത ആൾക്കാർ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വന്നു ചേർന്ന് പങ്കെടുത്ത് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും നന്ദി കൃതജ്ഞതയും പള്ളിഭാഗം പ്രസ്ഥാനത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അച്ഛന് തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു സംഗതിയുണ്ട്. പള്ളിഭാഗം യുവന പ്രസ്ഥാനം ഈ പഠനത്തിലൂടെ പ്രാമുഖ്യം കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം അച്ഛന് സൂചിപ്പിച്ചു. കാരണം എല്ലാവരും ഇവിടെയും സേവനത്തിനൊരു കുറവുമില്ല. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങള് ഓരോ ആഴ്ചയും ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആരാധനയില് ഇതിന് പ്രസ്ഥാന തന്നെയാണ് ആമോസിലെ അംഗങ്ങൾ. 40 പേരോളം ആമോസിലുണ്ട്. ഇവരെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. പഠനത്തില് അവർ തീർച്ചയായിട്ടും ഈ വർഷം ഇത് 3ാമത്തെ ക്ലാസ് ആണ്. നിങ്ങൾക്കെല്ലാം വളരെ ആരോഗ്യകരമായ അല്ലെങ്കിൽ വളരെ സഭയുടെ വിശ്വാസത്തെക്കുറിച്ചും ഓരോ കാര്യത്തെക്കുറിച്ചുമുള്ള അറിവ് ലഭിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിന് പേരിലാണ് ഈ വർഷം ഈ ഒരു കാര്യങ്ങൾ, അതായത് പഠന ക്ലാസ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അച്ഛന്റെ വിലപ്പെട്ട സന്ദേശത്തിന് ഒരിക്കൽ കൂടി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥിച്ചിട്ട് ശുദ്ധമുള്ള പിതാവേ, നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ദൈവമായ കർത്താവിന്റെ എല്ലാ സമയങ്ങളും പിതൃപുത്ര പരിശുദ്ധ റൂഹായാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൃപകളും വാഴ്വകളും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇതിൽ സംബന്ധിച്ചവരുടെ മേലും നമ്മൾ വാങ്ങിപ്പോരിക്കുന്നുണ്ട് ആത്മാക്കളോടുകൂടി ഇപ്പോഴെല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാവണമേ.